എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ ഇന്നൊരു ബോട്ടിലാട്ടായിട്ടാണ് എത്തിയിട്ടുള്ളത്. നല്ലൊരു അടിപൊളി ബോട്ടിലാട്ടാണ് നമ്മളിന്ന് കാണിക്കുന്നത്. വളരെ സിമ്പിളാണ് കേട്ടോ ചെയ്യാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബോട്ടിലിൽ ബേസ് കോട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. 2 കോട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലൊരു പിക്ചർ വരച്ചെടുക്കണം. പിക്ചർ വരയ്ക്കാനായിട്ട് ഞാനിവിടെ പേപ്പറിൽ പിക്ചർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാർബൺ പേപ്പറും എടുത്തിട്ടുണ്ട് കേട്ടോ. യെല്ലോ കളർ കാർബണാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് വെച്ചിട്ട് നമുക്കിത് ഇതുപോലെ പിക്ചർ വരച്ചെടുക്കാം. വുമൻസ് ഡേ സ്പെഷ്യലായിട്ട് ചെയ്യുന്നൊരു ബോട്ടിലാട്ടാണ് കേട്ടോ അത്. ഈ പിക്ചർ തന്നെ നമുക്ക് ഈ ബോട്ടിലിൽ പല വലുപ്പത്തിലായിട്ട് ഇതുപോലെ വരച്ചെടുക്കണം. ഈ പിക്ചർ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ ഈ പിക്ചർ അയച്ചു തരാം കേട്ടോ. നമ്മുടെ പിക്ചർ ഇതാ ഇവിടെ ഏകദേശം വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ കാർബൺ പേപ്പർ എടുത്ത് മാറ്റാം കേട്ടോ. പേപ്പർ എടുത്ത് മാറ്റുമ്പോൾ ഇങ്ങനെയാണുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ടും വരച്ചെടുക്കണം. അതായത് ഈ പിക്ചർ തന്നെ പല വലുപ്പത്തിലായിട്ടും നമുക്കിങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ പിക്ചർ ഇങ്ങനെ വരയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ ബോട്ടിലിൽ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാവും. ആ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ചെറിയ ലീഫൊക്കെയാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പിക്ചറിൽ അങ്ങനെ ഒരു തീമാണല്ലോ. അതായത് പിക്ചറിൻ്റെ മുകളിലായിട്ട് കണ്ടില്ലേ ലീഫ് പോലെ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ഇലകളൊക്കെ ഇങ്ങനെ ഇടയിലായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. നല്ല ഭംഗിയായിരിക്കും അങ്ങനെ കാണാനായിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിവിടെ വരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടല്ലേ. പക്ഷേ ഇങ്ങനെ പോരാ, നമുക്കിതിൽ കളർ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ സാധാ പെയിൻറ്റ് വെച്ചിട്ടല്ല വരച്ചു കൊടുക്കുന്നത്. നമ്മുടെ ഗ്ലാസ് ലൈനർ ഇല്ലേ, അത് വെച്ചിട്ടാണ് കേട്ടോ വരച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറാണ്. ബ്ലാക്ക് കളർ ആകുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാനായിട്ട്. ഗ്ലാസ് ലൈനറിനെക്കാട്ടിലും കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക 3D ഔട്ട്ലൈനർ ഇല്ലേ, അത് വെച്ചിട്ട് വരയ്ക്കുകയായിരിക്കും കേട്ടോ. കാരണം 3D ഔട്ട്ലൈനർ ആകുമ്പോൾ നമുക്ക് തിന്നായിട്ട് ഇങ്ങനെ വരച്ചെടുക്കാനായിട്ട് പറ്റും. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ 3D ഔട്ട്ലൈനർ ഇല്ല. അതുകൊണ്ട് ഞാനിവിടെ ഗ്ലാസ് ലൈനർ വെച്ചിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. ഗ്ലാസ് ലൈനർ വെച്ചിട്ട് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് വിചാരിച്ച രീതിയിൽ അതിങ്ങനെ വരില്ല. പിന്നെ ചില സ്ഥലത്ത് കട്ടി കൂടും, കട്ടി കുറയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ എന്നാലും ഞാനിപ്പോൾ എന്തായാലും ഗ്ലാസ് ലൈനർ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ കയ്യിൽ 3D ഔട്ട്ലൈനർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വരച്ചാൽ മതി. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് സാധാ പെയിൻറ്റ് വെച്ചിട്ട് ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. പക്ഷേ ഇങ്ങനെ 3D ഔട്ട്ലൈനർ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഗ്ലാസ് ലൈനർ വെച്ചിട്ടോ വരയ്ക്കുമ്പോൾ ഒരു 3D എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് വെച്ചിട്ട് വരയ്ക്കണത്. നമ്മളിതിൽ വേറെ കളേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഇത് മാത്രമാണ് കേട്ടോ ഉപയോഗിക്കണത്. ഇത് വെച്ചിട്ട് നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ വരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കളറാണ് ബേസായിട്ട് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ ബേസ് കളർ കൊടുക്കാം. എന്നിട്ട് വൈറ്റ് കളറോ അല്ലെങ്കിൽ സിൽവർ കളറോ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് വരച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഇതാ ബോട്ടിൽ മുഴുവനായിട്ടും വരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് വരയ്ക്കണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. എന്നാലും എനിക്കിത് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിതിൽ ഇനി മുകൾ ഭാഗത്തായിട്ട് ത്രെഡെല്ലാം ചുറ്റി കൊടുക്കുന്നുണ്ട്. ത്രെഡൊക്കെ ചുറ്റിയെടുക്കുമ്പോൾ നല്ല രസമുണ്ടാവും കാണാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളർ പോളിസ്റ്റർ ത്രെഡാണ് കേട്ടോ. ഇത് വെച്ചിട്ടാണ് നമ്മളിതാ ഇതുപോലെ കഴുത്തിൻ്റെ ഭാഗം മുഴുവനായിട്ടും ചുറ്റിയെടുക്കുന്നത്. ഇനി ഞാൻ ത്രെഡെല്ലാം ചുറ്റിയെടുത്തിട്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി, നമ്മൾ 3D ഔട്ട്ലൈനർ വെച്ചിട്ട് വരച്ചാലും ഒന്ന് വാർണിഷൊക്കെ അടിച്ചു കൊടുക്കണം, നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഉണ്ടാവും. അതും കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്